മനസ്സിലാക്കാൻ പറ്റും. Hello guys. Hello everyone. Welcome back to my YouTube channel. Oh no. Hello guys. Hello everyone. Welcome back to my YouTube channel. അപ്പോൾ ഇന്നൊരു വ്ലോഗാണ്. ഇന്ന് നമ്മള് ഹെറിറ്റേജ് ഒരു റിസോർട്ടിൽ പോവാറ്. അപ്പൊ എന്തൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നോക്കാം. So let's go. ചാനൽ അപ്പൊ നമ്മള് കസിൻസ് അല്ലാതെ ഒരു 1 ഡേ പാക്കേജ് ആണ് എടുത്തിരിക്കുന്നത്. ട്രാവൻകൂർ ഹെറിറ്റേജ് ആണ് ഇത് പോവാറിലുള്ളത്. അപ്പൊ ഇപ്പൊ ഈ ഒരു ചൂട് സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിഷ് ഇതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെൽക്കം ചെയ്യാൻ ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വെൽക്കമിങ് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട പയ്യനായ അജുക്ക് അവിടെ എല്ലാ ഫോർമാലിറ്റീസും എഴുതി ഒപ്പിടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക് നൈസായിട്ട് അകത്താക്കി. ഇത് ഞാൻ നമ്മുടെ കേരളത്തിന്റെ തനതായ കൾച്ചർ കറക്റ്റ് ഒരു വെട്ടി അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല രസമുണ്ട്. നമ്മളൊരു മന ആ ഒരു കൺസെപ്റ്റിൽ അവർ ചെയ്തിരിക്കുന്നത്. നമ്മളെ കേരളത്തിന്റെ സ്പൈസസ് കണ്ടോ, അത് അവരൊരു ഫ്രെയിമിലാക്കി വെച്ചിരിക്കുകയാണ്. സ്പൈസസ് അത് അമേരിക്കക്കാർ മൊത്തം ഇവിടെ വന്നല്ലോ, ബ്രിട്ടീഷുകാർ നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ അടിച്ചുകൊണ്ട് പോയതൊക്കെയാണ്. അതെ അതെ. ലൈം വാട്ടർ അതൊക്കെ എടുത്ത് നമുക്ക് അലോക്കേറ്റ് ചെയ്ത റൂമിലോട്ട് പോകുവാണ്. അപ്പൊ പോകുന്ന വഴിയിലുള്ള റെസ്റ്റോറന്റിന്റെ കാഴ്ചകൾ കാണാം. ഇല്ല ഗൈസ്, ഒരു പൂളും കൂടെ ഉണ്ട്. ആക്ച്വലി ഒരു പൂളും കൂടെ ഉണ്ട് മേളില്. 2 പൂൾസ് ഉണ്ട് ഇവിടെ. ഡോണ്ട് വറി. ഇതാണ് നടന്നു പോകുന്ന ഒരു പാത്ത് വേ. നല്ല തണലാണ്, നല്ല കാറ്റാണ്. കാരണം ഇത് ക്ലിഫ് പോലെയാണ്, താഴെ അങ്ങറ്റം ബീച്ചാണ്. സോ നല്ല വ്യൂ ആണ്. മാത്രമല്ല ഓരോരോ കുഞ്ഞു കുഞ്ഞു മന പോലെയാണ് അവർ അങ്ങനെ പല രീതിയിൽ അവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതോ ഒരു പർട്ടിക്കുലർ സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് ഇനി അപ്പുറത്ത് വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ കേരളത്തിലെ ഒരു ഫൈൻ കൾച്ചർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ അവർ തെങ്ങൊക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ മനയൊക്കെ ഓരോരോ മനയായിട്ടാണെന്ന് തോന്നുന്നു. ഇത് നേരെ ഫേസ് ചെയ്യുന്ന സീ ആണ്. അപ്പോൾ നല്ല കാറ്റുണ്ട് മേളെന്ന്. പിന്നെ എനിക്കൊന്നും ഇതിനൊക്കെ വേറെ വേറെ ചാർജ് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് പോകാം. Oh guys, this one is good, okay? It's nice. This view is nice. നല്ല കാറ്റ്, നല്ല തണലും ആ കടലിൻ്റെ കാറ്റ്. അപ്പം നമുക്ക് ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് പോകണം. This moment. ഇത് ചങ്ങനാശ്ശേരി രവീന്ദ്രൻ. ഞാൻ പറഞ്ഞുതരാം. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ. ഇത് നമുക്ക് ആളെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ലോക്കറ്റ് കണ്ടു. ചക്രവർത്തി ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. VIP ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഫൈനലി റൂം എത്തി. ശരിക്കും നമുക്കൊരു സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. കാരണം പുറത്ത് അത്രയ്ക്ക് ചൂടായിരുന്നു. ഇവിടെ എല്ലാവിധ ബേസിക് അമ്യൂണിറ്റീസും ഉണ്ട്. മാത്രമല്ല ഒരു 4 സ്റ്റാർ സെറ്റപ്പ് ആയിരുന്നു, ഇൻക്ലൂഡിങ് മിനി ഫ്രീസർ. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. അവിടെ ഇരുന്നൊരു മെനു എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഫുഡിൻ്റെ പ്രൈസൊക്കെ കണ്ടപ്പോൾ എൻ്റെ കിളിയൊക്കെ പാറി. ശരിക്കും UK ഫുഡിന് കൊടുക്കണം അതേ റേറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് റൂമിൻ്റെ പുറത്തുള്ള കാഴ്ച. അവിടെ ഒരു മാതാമ കുളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുളിസിൻ പിടിക്കാൻ പോയില്ല. അപ്പം ഇതാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്തെന്ന സ്ഥലം. അടുത്ത പ്രധാന കാര്യമാണല്ലോ ഭക്ഷണം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോണ വഴിയില്ല നമ്മൾ ഊഞ്ഞാലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിൽ കയറി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ശരിക്കും നല്ല ഫണ്ണായിരുന്നു കേട്ടോ. മൊത്തത്തിൽ തല കരച്ചവനെ എന്റെ പെടലി പോയി.
ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇബ്രു ആദ്യമേ ഒന്ന് സീറ്റ് കൊടുത്തു. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ആംബിയൻസ് ഉണ്ടായിരുന്നു. ഒരു കൊട്ടാരത്തിൽ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് സെക്ഷൻ. ഇവിടുന്ന് സ്റ്റാർട്ടർ തൊട്ട് ഡെസേർട്ട്സ് വരെ ഉണ്ട്. ഒരു 3 ടൈപ്സ് ഓഫ് ഡെസേർട്ട്സ് വരെ ഉണ്ടായിരുന്നു. ഷെഫ്സൊക്കെ അവിടെ നിന്നിട്ട് നമ്മളത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് എന്ന്. ശരിക്കും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങി. പിന്നെ എല്ലാ ഫുഡും ട്രൈ ചെയ്തു. വെസ്റ്റേണും ഉണ്ടായിരുന്നു, ട്രഡീഷണൽ ഫുഡും ഉണ്ടായിരുന്നു. 2 കമ്പൈൻ ആയിരുന്നു. ഞങ്ങളെല്ലാം ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാ വീഡിയോസും കറക്റ്റ് എടുക്കാൻ പറ്റില്ല. എൻ്റെ മിസ്സായി പോയതാണ് സംഭവം. കുറേ വീഡിയോസ് എവിടെ പോയി. പകരം ഞാനിങ്ങനെ കഴിക്കുന്ന വീഡിയോ ജസ്റ്റ് എടുത്തായിരുന്നു റാൻഡമായിട്ട്. അപ്പം നമ്മുടെ പ്ലേറ്റിൻ്റെ ഇത് കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ പതുക്കെ ഇൻഡോർ ഗെയിംസിൻ്റെ സ്ഥലത്തോട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് ഇൻഡോർ ഗെയിംസ്. ഇവിടെ എല്ലാവിധ ഇൻഡോർ ഗെയിംസും ഉണ്ട്. ഞാൻ ഈ ഇവിടുത്തെ ജനലിൻ്റെ വ്യൂ കാണിച്ചിട്ട് കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളുടെ ഈവനിങ് ഗെയിമിംഗ് ആക്ടിവിറ്റീസ് തുടങ്ങി. ഒരു സൈഡിൽ എല്ലാവരും കൂടെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. മറ്റൊരു സൈഡിൽ ഇവിടെ ഫ്രീ ആയിട്ട് പോട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് ഇത് എങ്ങനെ ഇവർ ഇത്രയും ഷേപ്പോടുകൂടി കറക്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അത് നമുക്ക് അവർ നല്ല രീതിയിൽ ആംഗിള് പറഞ്ഞു തന്നു. മാത്രമല്ല നമുക്കിപ്പോൾ പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറിയ വല്ല എമൗണ്ടും കൊടുത്തതിന് നമുക്കത് നമ്മൾ ചെയ്ത പോട്ട് വീട്ടിൽ കൊണ്ടുപോകാം. നല്ല പൊരിഞ്ഞ വെയിലത്ത് നിന്ന് ഇവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീച്ചിൽ കൂടെ പോണ വേ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ബീച്ച് വേ. നേരെ ബീച്ചിൽ. ബീച്ചിൻ്റെ നല്ല കാറ്റ്. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി. പൂളിൽ കളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ആണ്. എനിക്കൊന്ന് ഒരു 3 hours കൂടുതൽ നമ്മൾ അതിനകത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫേവറേറ്റ് ഏർപ്പാടാണ് ഈ നമ്മളെ പിടിച്ച് പൊക്കിയെടുത്ത് വെള്ളത്തിനകത്ത് മുക്കിയിടുക എന്നുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിലും കാണാം അങ്ങനെയുള്ളവർ. ടീ ടൈം. നല്ല ചായയും രതീഷും. സ്ഥലം മാറിപ്പോയി. ചായ രതീഷ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്തിട്ട് നേരെ റൂമിലോട്ട് വിട്ടു. ഇവിടെ ആയുർവേദത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ നല്ല ചൂടായതുകൊണ്ട് നല്ല ദാഹിച്ചാണ് എല്ലാവരും വന്നത്. അപ്പോൾ ഇവിടെ ഡ്രിങ്ക്സ് വെച്ചിട്ട് എല്ലാവരും എടുത്ത് കുടിക്കുന്നുണ്ട്. ഡേ വെൽ സ്പെൻഡാണ്. നമ്മൾ കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ 5:30 ചെക്ക് ഔട്ട് ചെയ്യണം. പക്ഷേ ഇപ്പം 7 o'clock ആയി. അതെ, എല്ലാവരും ഫുൾ പൂളായിരുന്നു. നല്ല രസമായിരുന്നു. വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ കുറച്ച് വാട്ടർ വെച്ചിട്ടുണ്ട്. അത് കുടിക്കുകയാണ്. ഡീറ്റോക്സ് വാട്ടർ കുടിക്കുകയാണ്. ഭയങ്കര ചൂടാണ്. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇന്നത്തെ ഡേനെ പറ്റി എന്താ പറയാനുള്ളത്? രാവിലെ വന്നു, ഇത്ര നേരം ഈ വീഡിയോ എടുക്കുന്ന ആൾ നൈസിന് കരഞ്ഞു. അത് നമ്മൾ വക വയ്ക്കുന്നില്ല, ഫോട്ടോ പാവം കിട്ടി. അതല്ലാതെ നമ്മൾ ഫോണിലൊക്കെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇന്നത്തെ ഡേനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. ഭയങ്കര ടയേർഡായി. കുറേ നാൾക്ക് ശേഷം ഒരുമാതിരി വർക്കൗട്ട് ചെയ്ത മാതിരി. ഇന്നത്തെ ഡേനെ പറ്റി എന്താ പറയാനുള്ളത്? ന്യൂ കപ്പിൾസിൻ്റെ അടുത്ത് ചോദിക്കാം അവരെന്താ പറയണെന്ന് ചോദിക്കാം. ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലത്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിരിക്കുന്നു. ഓ, നിങ്ങൾ എൻജോയ് ചെയ്തു. ഞാൻ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ പ്രശ്നം ഇതാദ്യ. ഒരു പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കസിൻസ് തമ്മിൽ കൂടണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷനോ എന്തെങ്കിലും വരണം. കാരണം എല്ലാവരും ഓരോരോ ജോലിയായിട്ട് ഓരോ വഴിക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഡേ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു. സോ ഗൈസ്, ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. സോ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.